തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇനി ഏത് ഷോപ്പിംഗ് മാൾ ആണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. യെസ്, നമ്മുടെ ഹൈലൈറ്റ് മാൾ കുട്ടനല്ലൂർ ബൈപ്പാസിന് അടുത്തായിട്ട് ഓപ്പൺ ചെയ്ത നമ്മുടെ സ്വന്തം ഹൈലൈറ്റ് മാൾ അങ്ങനെ ഓപ്പൺ ആയിരിക്കുകയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിലേ മുമ്പ് നമ്മുടെ ഹൈലൈറ്റിൻ്റെ വെബ്സൈറ്റിൽ കൊടുത്തിരുന്നത് ഏതാണ്ട് 7.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് 7 ലക്ഷം സ്ക്വയർ ഫീറ്റ് ആയിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 8 ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് ഇപ്പോൾ ഈ ഒരു ഷോപ്പിംഗ് മാളിൻ്റെ ഒരു വലിപ്പമായിട്ട് അവർ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് അവരുടെ മാനേജ്മെൻറ്റ് അവർ പ്രസ് മീറ്റിൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പ്രസ് മീറ്റിൽ അവരത് പറയുകയും ചെയ്തു. 8 ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളാണ് ഈ ഒരു ഹൈലൈറ്റ് മാൾ എന്ന്. 4 ഏക്കറിലായിട്ട് മൊത്തം 8 ലക്ഷം സ്ക്വയർ ഫീറ്റ്. അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ കോട്ടയം ലുലു മാൾ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ ലുലു മാളിൻ്റെ ഏതാണ്ട് 2.5 ഇരട്ടി വലിപ്പമുണ്ട് നമ്മുടെ ഈ ഒരു ഹൈലൈറ്റ് മാളിന്. അപ്പോൾ ഈ രണ്ട് മാളുകളുടെയും ഉദ്ഘാടന ദിവസത്തെ തിരക്ക് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കോട്ടയം ലുലു മാൾ നമ്മളൊക്കെ ഞെട്ടിച്ചുകൊണ്ട് കാല് കുത്താൻ ഇടമില്ലാത്ത ഒരവസ്ഥ. കോട്ടയംകാർ അങ്ങോട്ട് ലുലുവിനെ വല്ലാതങ്ങ് ഏറ്റെടുത്ത ഒരവസ്ഥയാണ് നമ്മൾ കണ്ടത്. കാര്യം ഉദ്ഘാടന ദിവസവും അതിൻ്റെ അടുത്തുള്ള ദിവസങ്ങളിലൊക്കെ ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീര തിരക്കാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ ഹൈലൈറ്റ് മാളിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ അത്രയും ഒരു തിരക്ക് നമുക്ക് ആ ഒരു റഷ് ഉണ്ടല്ലോ അത് നമുക്ക് ഫീൽ ചെയ്തില്ല. അതിന് രണ്ട് കാരണമുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലുലുവിന് ഒരു ഫാൻ ബേസ് ഉണ്ട്, അറിയാലോ. ഈ ലുലു മാളുകൾക്ക് എന്തൊക്കെ പറഞ്ഞാൽ പോലും ഒരു മിനിമം തിരക്ക് എന്തായാലും ഉണ്ട്. കാര്യം ലുലു ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് നമ്മുടെ കേരളത്തിൽ. ഹൈലൈറ്റ് ഗ്രൂപ്പ് ഇങ്ങനെ എമർജിങ് ആയിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ്. പിന്നെ രണ്ട് മാളുകളുടെ വലിപ്പം ഞാൻ പറഞ്ഞല്ലോ, ലുലു മാളിനേക്കാൾ 2.5 ഇരട്ടി വലിപ്പമുണ്ട് നമ്മുടെ ഹൈലൈറ്റ് മാളിന്. അപ്പോൾ ആ ഒരു വലിപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു. അതായത് രണ്ട് വ്യത്യസ്ത വലിപ്പത്തിലുള്ള ഷോപ്പിംഗ് മാളുകളിൽ ഒരു 1000 പേര് നിന്ന് കഴിഞ്ഞാൽ രണ്ടിലും വ്യത്യാസം ഉണ്ടാവും. ചെറിയ സ്ക്വയർ ഫീറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്കൊരു ഭയങ്കര റഷ് ഫീൽ ചെയ്യും. പക്ഷേ വലിയ സ്ക്വയർ ഫീറ്റ് ഉള്ള മാളാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് സ്പേസ് ഇങ്ങനെ കിടക്കുന്നതായിട്ട് തോന്നും. നമ്മുടെ ട്രിവാൻഡ്രം ലുലു മാളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എക്സാക്റ്റ് ആയിട്ട് മനസ്സിലാവും. അവിടെ ഒരു എന്താ പറയുക, ഒരു 10,000 ആൾ വന്നാൽ പോലും അത്യാവശ്യം എന്താ പറയുക, ആ മെയിൻ ഏരിയക്കുണ്ടല്ലോ, ആ ഒരു ലോബി ഏരിയക്കുണ്ടല്ലോ, അവിടെയൊക്കെ നമ്മൾ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നേ ഇവിടെ ഒന്നും ആരും ഇല്ലേ, അങ്ങനത്തെ ഒരു ഫീൽ. കാര്യം അതിൻ്റെ വലിപ്പം അത്രയുണ്ട് കേട്ടോ. അതാണ് സംഭവം. ഇനി ഈ ഒരു ഷോപ്പിംഗ് മാളിൻ്റെ വൺ ഓഫ് ദ സവിശേഷത എന്ന് പറയുന്നത് അവിടെ ഒരു ലുലു ഹൈപ്പർ മാർക്കറ്റ് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിപ്പോൾ വർക്കിംഗ് ആണ്. കാര്യം കഴിഞ്ഞ ദിവസം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുകയാണ്. ലുലു ഡെയിലി ആണ് ആ ഒരു ഷോപ്പിംഗ് മാൾ വന്നിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ലൊരു സ്ക്വയർ ഫീറ്റ് ഹൈലൈറ്റ് ഗ്രൂപ്പുകാർ നമ്മുടെ ഈ ഒരു ലുലു ഹൈപ്പർ മാർക്കറ്റിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ട് ഗ്രൂപ്പും ഹൈലൈറ്റ് ഗ്രൂപ്പ് ആണെങ്കിലും ലുലു ഗ്രൂപ്പ് ആണെങ്കിലും ഇപ്പോൾ നമ്മുടെ ഈ ഒരു റീറ്റെയിൽ മേഖലയിൽ പ്രത്യേകിച്ച് ഷോപ്പിംഗ് മാളുകളുടെ ഒരു വികസനത്തിൻ്റെ കാര്യത്തിൽ രണ്ട് ഗ്രൂപ്പുകാരും നല്ല ഹെൽത്തി കോമ്പറ്റീഷനോടുകൂടി ഇങ്ങനെ മുമ്പോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന രണ്ട് ബ്രാൻഡുകളാണല്ലോ. അപ്പോൾ അവർ ഒരുമിച്ച് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഈ ഒരു സമയത്തൊന്നും പ്രത്യേകിച്ച് ബിസിനസ്സുകാർ ഇങ്ങനെ അങ്ങോട്ട് അസോസിയേറ്റ് ചെയ്ത് അങ്ങനെ വർക്ക് ചെയ്യാറില്ല. കാര്യം രണ്ട് മെയിൻ കോമ്പറ്റീറ്റേഴ്സ് ഒരുമിച്ച് ചേർന്ന് വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ഇനിഷ്യേറ്റീവ് തന്നെയാണ്. എല്ലാ ഹൈലൈറ്റ് ഗ്രൂപ്പിൻ്റെ മാളുകളിലും ഇതുപോലെ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റോ അല്ലെങ്കിൽ മറ്റ് ഔട്ട്ലെറ്റുകളൊക്കെ വരട്ടല്ലേ. പക്ഷേ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അല്ല. ഈ വീഡിയോയുടെ മെയിൻ കോണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ അങ്ങോട്ട് സംസാരിക്കാൻ പോകുന്ന കാര്യമാണ് കേട്ടോ. നമ്മുടെ ഹൈലൈറ്റ് ഗ്രൂപ്പ് ഈ ഒരു ഷോപ്പിംഗ് മാൾ തുറന്ന സമയത്ത് വാക്ക് പാലിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വീഡിയോ കാണിച്ചു തരാം. നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. മോൾ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഏറ്റവും എസെൻഷ്യൽ പാർട്ടായ തിയേറ്ററും എന്റർടൈൻമെന്റ് സോണും നമ്മുടെ കയ്യിൽ സ്ട്രോങ് ആയിട്ട് വേണം എന്നുള്ള ഒരു തിരിച്ചറിവ് ഭാഗമായിട്ട് നമ്മൾ എന്തുകൊണ്ട് സ്വന്തം ഒരു ബ്രാൻഡ് തുടങ്ങിക്കൂടാന്നുള്ള അതിന്റെ ചിന്ത നിന്നാണ് ഈ പെലാക്സ് എന്ന ഒരു തിയേറ്ററിന്റെ ഒരു ഫോമാറ്റ് നമ്മുടെ കയ്യിൽ വരുന്നത്. അപ്പൊ ഈ മോളൊക്കെ വിജയിക്കുന്നതിന് അതിന്റെ ബേസിക് ആയിട്ടുള്ള വേണ്ട തിയേറ്റർ എന്നുള്ള സാധനം ഞങ്ങൾ തന്നെ ഡേ 1 മുതൽ തുടങ്ങുക എന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനം. നിങ്ങൾക്കും ലുലു തുടങ്ങിയറിയാം, നിങ്ങൾക്ക് ട്രിവാൻഡ്രം തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പം തിയേറ്റർ തുടങ്ങാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള എല്ലാ മോൾ, ഇപ്പം ഏത് മോൾ, ഇന്ത്യയിലെ ഏത് മോൾ എടുത്ത് നോക്കുകയാണെങ്കിലും മോള് തുടങ്ങി 1 വർഷമോ 2 വർഷം കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ തിയേറ്റർ തുടങ്ങാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രൊഫഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി ഡേ 1 മുതൽ ഞാൻ മോള് തുടങ്ങുമ്പോൾ തിയേറ്റർ ഉണ്ടാവുക എന്നുള്ള കോൺസെപ്റ്റ് ഭാഗമായിട്ട് ഞാൻ പലാക്സി എന്ന സാധനം ആദ്യമായിട്ട് നിങ്ങളെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഈ വീഡിയോയിൽ നമ്മുടെ ഹൈലൈറ്റ് ഗ്രൂപ്പ് തന്നെ അവരുടെ മാനേജ്മെന്റ് തന്നെ നേരിട്ട് സംസാരിച്ച കാര്യം തന്നെയാണ് ഇപ്പം നിങ്ങൾ കണ്ടു കാണുമല്ലോ. കാര്യം എന്താണെന്ന് ഇതിനകത്ത് നമ്മുടെ ലുലു മാളിനെ അവർ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യമാണ്, നമ്മുടെ ഇന്ത്യയിൽ ഒരു ഷോപ്പിംഗ് മാൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് പൊതുവേ തിയേറ്റർ അതിൻ്റെ കൂടെ ഓപ്പൺ ആകാറില്ല. എങ്ങനെ പോയാലും ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും മിക്ക അല്ല ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പിംഗ് മാളുകളിലും തിയേറ്റർ ഓപ്പൺ ആക്കുന്നത്.
പക്ഷെ അവിടെയാണ് നമുക്ക് ഹൈലൈറ്റ് ഗ്രൂപ്പ് വലിയ ഒരു പ്രതീക്ഷ തന്നത്. അതെന്താണെന്ന് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടല്ലോ. അതായത് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലൈറ്റ് ഗ്രൂപ്പിന്റെ ഒരു ഷോപ്പിംഗ് മാൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഡേ 1 എന്ന് തന്നെ അവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഡേ 1 തൊട്ട് തിയേറ്റർ ഓപ്പറേഷനിലാകും എന്നാണ് അവർ നമുക്ക് തന്നിട്ടുള്ള ഒരു ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഹൈലൈറ്റ് ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ മാൾ തൃശ്ശൂർ ഓപ്പൺ ആയിരിക്കുകയാണ്. എവിടെ? തിയേറ്റർ എവിടെ? നിങ്ങൾ എന്തുകൊണ്ട് വാക്ക് പാലിച്ചില്ല? അല്ലേ? ഇപ്പോൾ ഒരു പ്രസ്താവന ഇറക്കുക, അത് നടപ്പിലാക്കാൻ പറ്റാതെ വരിക, അതൊക്കെ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മൾ താമസിക്കുന്നത് കേരളത്തിലാണ്, ഇന്ത്യയിലാണ്. നമ്മുടെ മിടുക്കന്മാരായ രാഷ്ട്രീയ നേതാക്കന്മാർ നമുക്ക് അറിയാലോ, കുറേ അധികം പ്രസ്താവനകൾ തന്നിട്ട് പാലിക്കാതെ പോകുന്ന ഒരുപാട് കാഴ്ചകൾ ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊരു പുത്തിരിയായിട്ടുള്ള കാര്യമല്ല. ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് വലുതായിട്ട് അങ്ങോട്ട് അഫക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബിസിനസ്സുകാരാണ്, കോർപ്പറേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയത്തിനും പറയുന്ന വാക്കുകൾക്കൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പ്രത്യേകിച്ച് ഹൈലൈറ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഒരു 2025 തൊട്ട് ഒരു 2035 വരെ നോക്കാൻ പോവുകയാണെങ്കിൽ നമ്മുടെ ലുലു മാൾ നമ്മൾ പറയുന്ന പോലെ തന്നെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഹൈലൈറ്റിൻ്റെ മാളുകളും ഉയർന്നു പൊങ്ങി വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. ഒരു വളർന്നു വരുന്ന ഒരു വലിയ ശൃംഖലയായിട്ട് മാറാൻ പോകുന്ന ഒരു കിടിലൻ ഗ്രൂപ്പായിട്ട് ഹൈലൈറ്റ് ഗ്രൂപ്പ് മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഇതുപോലൊരു കിടിലൻ പ്രസ്താവന നമുക്ക് തന്നു. അപ്പോൾ നമുക്കൊരു ട്രസ്റ്റാണ്. ഇപ്പോൾ ഭാവിയിൽ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയിട്ട് ഇതുപോലെ മാളുകളെ പറ്റിയുള്ള ചർച്ചകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പറയാലോ, യെസ് ഞങ്ങൾക്ക് കൊണ്ട് ഒരു ഹൈലൈറ്റ് ഗ്രൂപ്പ്, ഞങ്ങൾ ഒരു ഷോപ്പിംഗ് മാൾ തുറക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ തിയേറ്ററും തുറക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കും പറയാമായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, കഴിഞ്ഞ ദിവസം തിയേറ്റർ ഓപ്പൺ ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ എനിക്ക് തോന്നുന്നു അവർ ചെറുതായിട്ടൊരു സേഫ് ഗെയിം കളിച്ചിട്ടുണ്ട്. എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ പ്രസ് മീറ്റിൽ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സോഫ്റ്റ് ലോഞ്ച് ആണെന്നാണ്. അതായത് മാള് പൂർണ്ണമായിട്ടും ഓപ്പൺ ചെയ്യുമല്ല, അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഹൈലൈറ്റ് ഗ്രൂപ്പിൻ്റെ ഈ ഒരു ഉദ്ഘാടനത്തോടനുബന്ധിച്ചിട്ട് അവർ മുമ്പായിട്ട് അവരുടെ പേജിൽ തന്നെ ഇട്ട 1-2 ഫോട്ടോസ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അപ്പോൾ അതിനകത്ത് വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഗ്രാൻഡ് ഓപ്പണിംഗ് എന്ന്. അപ്പോൾ ഈ ഗ്രാൻഡ് അവർ മാറ്റിയിട്ട് അവിടെ സോഫ്റ്റ് ലോഞ്ച് എന്ന് ആക്കണമായിരുന്നു അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഹൈലൈറ്റ് പോലെ ഇത്രയും ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ഇതുപോലെ പ്രസ്താവന നടത്തിയിട്ട് അത് പാലിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയായിരുന്നു, ഞങ്ങൾ മാൾ ഓപ്പൺ ചെയ്തിട്ട് വിത്തിൻ 6 months എന്തായാലും ഞങ്ങളുടെ തിയേറ്ററും ഇതിൻ്റെ കൂടെ തന്നെ ഇറക്കും എന്നൊരു കാര്യം അവർക്ക് പറയായിരുന്നു. പക്ഷേ അതിന് പകരം അവർ പറഞ്ഞു ഡേ 1 തൊട്ട് തിയേറ്റർ ഓപ്പൺ ആകും എന്നാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഇത് സോഫ്റ്റ് ലോഞ്ച് എന്ന് പറഞ്ഞ് തന്നെ ഇറക്കണമായിരുന്നു. ഒരു പ്രൊമോഷണൽ ഇമേജിലും ഈ ഒരു ഷോപ്പിംഗ് മാളിൻ്റെ ഒരു പ്രൊമോഷണൽ ഇമേജിലും ഞാൻ കണ്ടില്ല ഇത് സോഫ്റ്റ് ലോഞ്ച് ആണെന്ന്. എല്ലാം ഗ്രാൻഡ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞാണ് കണ്ടത്. അപ്പോൾ അതൊരു കൺസേൺ ആണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇതൊക്കെ ഒരു പ്രശ്നമാണോ എന്ന് ചോദിക്കുവാണെങ്കിൽ ഈ വാക്കിന് വില കൊടുക്കുക, ട്രസ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യം മൂല്യം കൊടുക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. സമയത്തിന് വില കൊടുക്കുന്ന ആൾക്കാർക്ക് അതൊക്കെ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും കേട്ടോ. ഇത് വലിയൊരു നെഗറ്റീവായിട്ടൊന്നും കാണണ്ട. പക്ഷെ അവരങ്ങനെ പറഞ്ഞ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ തന്നെ ഓപ്പൺ ചെയ്യുമെന്ന്. അപ്പോൾ അതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ ഹൈലൈറ്റ് ഗ്രൂപ്പിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നു. അവർ ഇപ്പോൾ സോഫ്റ്റ് ലോഞ്ച് എന്ന് പറഞ്ഞു, ഞങ്ങൾ സോഫ്റ്റ് ലോഞ്ച് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി എന്നാണ് ഈ ഒരു ഷോപ്പിംഗ് മാൾ ഫുള്ളി ഓപ്പറേഷണൽ ആകുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്നത് മാർച്ച് എന്നാണ് കേട്ടോ. മാർച്ചാണ്. അപ്പോൾ പിന്നെ ഇവിടുത്തെ തിയേറ്ററിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 6 സ്ക്രീനോട് കൂടിയ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്ററാണ് ഇവിടെ ഓപ്പൺ ആകാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഇമേജുകളൊക്കെ ലീക്കായിട്ടുണ്ട്. അപ്പോൾ അതിൽ കാണിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് യെസ് തൃശ്ശൂർ ജില്ലയിലും അങ്ങനെ എപ്പിക് തിയേറ്റർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് അവർ കൃത്യമായിട്ട് തന്നെ വലിയൊരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എപ്പിക് എന്ന് അവർ പ്രത്യേകം മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എപ്പിക് ആവുന്നതുകൊണ്ട് തന്നെ 4K ലേസർ പ്രൊജക്ഷൻ പ്ലസ് ഡോൾബി അറ്റ്മോസ് തിയേറ്റർ ആയിരിക്കും വരാനായിട്ട് പോകുന്ന അറിയാലോ. ഇപ്പോൾ അവരുടെ തന്നെ കോഴിക്കോട് പലാക്സി സിനിമാസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എപ്പിക് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. കേരളത്തിലെ 2ാമത്തെ എപ്പിക് തിയേറ്റർ അങ്ങനെ നമ്മുടെ കുട്ടനല്ലൂർ ബൈപ്പാസിലുള്ള ഹൈലൈറ്റ് മാളിൽ വരുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. എനിക്ക് ചെറിയൊരു കൺസേൺ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇവരിങ്ങനൊരു പ്രസ്താവന ഇറക്കിയിട്ട് അത് പാലിക്കാൻ പറ്റാതെ പോയപ്പോൾ ഒരു ചെറിയ വിഷമം. ഇപ്പോൾ അത് സോഫ്റ്റ് ലോഞ്ച് ആണെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അതൊക്കെ അങ്ങനെ തെഞ്ഞു മാഞ്ഞങ്ങ് പോകുമായിരിക്കും. ഓക്കെ. എനിവേ, പിന്നെ ഈ എപ്പിക് തിയേറ്റർ എന്നാണ് തുറക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ എമ്പുരാനാണെന്നാണ് പറയുന്നത്. മാർച്ച് മാസമാണ്. അപ്പോൾ അന്നാണ് മാർച്ച് 28 ആണെന്ന് തോന്നുന്നു നമ്മുടെ എമ്പുരാൻ്റെ റിലീസ്. അപ്പോൾ ആ ഒരു റിലീസോട് കൂടിയിട്ട് ഈ ഒരു എപ്പിക് തിയേറ്ററും ഓപ്പൺ ആകും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും തൃശ്ശൂർ ജില്ലയിൽ 6 സ്ക്രീനുകൾ കൂടുന്നു. ഒരു സ്പെഷ്യൽ സ്ക്രീനായിട്ടുള്ള ഒരു പ്രീമിയം ലാർജ് ഫോർമാറ്റ് ആയിട്ടുള്ള എപ്പിക് സ്ക്രീനും വരുന്നു എന്നുള്ളതാണ്. തൃശ്ശൂരിൽ അത്യാവശ്യം നല്ല തിയേറ്ററുള്ള സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ
ഈ ഒരു തിയേറ്ററും വരുന്നു. അപ്പോൾ ഈ ഒരു തിയേറ്റർ വന്നു കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും മികച്ച തിയേറ്റർ പലാക്സി സിനിമാസ് ആയിട്ട് മാറുമോ? ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന ഒരു തിയേറ്ററായിട്ട് ഈ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ മാറുമോ എന്നുള്ള കാര്യം നമ്മൾ കണ്ടു തന്നെ ഇരിക്കുന്നു. കാര്യം കോഴിക്കോട് വലിയൊരു വിപ്ലവം തന്നെ അവർ തിരുത്തി കുറിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ബുക്കിംഗ്, നല്ല തിയേറ്റർ, എല്ലാം കൊണ്ടും നല്ല ഫീഡ്ബാക്കാണ് പലാക്സി സിനിമാസിനെ പറ്റിയിട്ട് പൊതുവേ വരുന്നത്. അപ്പോൾ തൃശ്ശൂരിലേക്ക് ഇവർ വരുന്നതോട് കൂടിയിട്ട് തൃശ്ശൂരിലെ തിയേറ്റർ ക്വാളിറ്റി നന്നായിട്ട് കൂടും. നമുക്ക് കണ്ടു തന്നെ അറിയാം ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും ഹൈലൈറ്റ് ഗ്രൂപ്പ് ഇത് ആരെങ്കിലുമൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ, മാനേജ്മെൻറ്റിൽ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ട് പറയാതെ വിത്തിൻ 6 months ഞങ്ങൾ ഓപ്പൺ ചെയ്യും അങ്ങനെയൊക്കെ പറയായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് നിർത്തുവാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.